പൊന്നാനിയിൽ നിർമ്മിക്കുന്ന സംസ്ഥാനത്തെ രണ്ടാമത്തെ കപ്പൽശാല പദ്ധതിക്കെതിരെ ആസൂത്രിതമായ നീക്കങ്ങൾ നടക്കുന്നതായി പി നന്ദകുമാർ MLA പറഞ്ഞു. പൊന്നാനിയുടെ വികസന കുതിപ്പിന് സഹായകമാകുന്ന പദ്ധതിക്കെതിരെ കുൽസിത ബുദ്ധികളുടെ സങ്കുചിത രാഷ്ട്രീയ നീക്കമാണ് നടക്കുന്നത്. രാഷ്ട്രീയ താൽപര്യവും സാമ്പത്തിക താൽപര്യവും വ്യക്തി താൽപര്യവും ഇതിന് പിന്നിലുണ്ടെന്ന് MLA കൂട്ടിച്ചേർത്തു. വലിയ രീതിയിലുള്ള തെറ്റിദ്ധരിപ്പിക്കലാണ് പദ്ധതിയുടെ പേരിൽ നടക്കുന്നത്. ഒരു തരത്തിലും മത്സ്യമേഖലയെ കപ്പൽശാല ബാധിക്കില്ല. അനധികൃതമായ മീൻചാപ്പകൾക്കെതിരായ നടപടി മത്സ്യബന്ധന മേഖലയ്ക്കെതിരായ നടപടിയായാണ് പ്രചരിപ്പിക്കുന്നത്. തികച്ചും അവാസ്തവമാണിത്. മാരിടൈം ബോർഡിന്റെ കൈവശമുള്ള സ്ഥലത്താണ് മീൻചാപ്പകൾ പ്രവർത്തിക്കുന്നത്. അനധികൃതമായാണ് ഇവയുടെ പ്രവർത്തനം. ഇവിടെ പ്രവർത്തിച്ചു വന്നിരുന്ന ചാപ്പകൾ മാറ്റി സ്ഥാപിക്കാൻ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി നൽകിയിട്ടുണ്ട്. നിയമത്തിന്റെ യാതൊരു പരിരക്ഷയുമില്ലാത്ത സ്ഥലത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന ചാപ്പകൾക്ക് അനുയോജ്യമായ സ്ഥലം പകരം നൽകുന്ന മാതൃകാപരമായ ഇടപെടലാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളതെന്ന് MLA പറഞ്ഞു. പദ്ധതി യാഥാർത്ഥ്യമായാൽ നൂറുകണക്കിന് പേർക്ക് തൊഴിൽ ലഭ്യമാകും. അനുബന്ധ മേഖലയിൽ അവസരങ്ങളുണ്ടാകും. പദ്ധതിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പൂർത്തിയാകും. പദ്ധതിക്ക് മുഴുവൻ ആളുകളുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്ന് MLA അഭ്യർത്ഥിച്ചു. പൊന്നാനിയിൽ കപ്പലെടുക്കുക എന്നത് ഒരു സ്വപ്നമായിട്ടാണ് പൊന്നാനിക്കാരെ പത്രപ്രവർത്തകന്മാരും മറ്റെല്ലാവരും പൊതുവെ എടുത്തിട്ടുള്ള ഇവിടുത്തെ ആവാസികൾ. അതിന് നിരന്തരമായ പല രൂപത്തിലേക്കുള്ള പല ഇടപെടലും നടത്തിയിരുന്നു. 2011 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് തറക്കല്ലിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അത് പല സാങ്കേതിക കാരണങ്ങളെ കൊണ്ട് പിന്നെ ആ പ്രൊജക്റ്റ് മുടങ്ങിപ്പോയി. അപ്പോഴും നമ്മുടെ പൊന്നാനിക്കാരുടെ ജനകാല സ്വപ്നം അവിടെ എടുക്കുകയാണ് നമുക്കുള്ളത്. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാകുന്നുണ്ട്. വലിയ രൂപത്തിലേക്കുള്ള ഒരു ശ്രമം നടത്തി നിരന്തരമായ ശ്രമം നടത്തിയിട്ടാണ് ഇപ്പോൾ മാരിടൈം ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ അവരൊരു തയ്യാറെടുപ്പൊക്കെ നടത്തി 29 ഏക്കർ സ്ഥലം കൊടുത്ത് ഒരു ടെൻഡർ ക്ഷണിച്ച് ആ ടെൻഡറിനകത്ത് ഇപ്പോൾ 2 പേര് പങ്കെടുത്തു. അത് അവർക്ക് വലിയ ബിസിനസ്സൊക്കെ നടത്തുന്നതും വലിയ രൂപത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുമാണ്. അതിൻ്റെ ഫസ്റ്റ് ടെൻഡർ കഴിഞ്ഞു. 27-ാം തീയതിയോടുകൂടി ഈ മാസത്തോടെ അതിൻ്റെ എല്ലാ ടെൻഡർ പൂർത്തീകരണവും കഴിയും എന്ന നടപടികൾ സംബന്ധിച്ചു. പിന്നെ സാങ്കേതികമായി ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡർ വരേണ്ട പ്രശ്നം മാത്രമേ ഉള്ളൂ, സാങ്ഷൻ. അപ്പോൾ അത് പ്രാവർത്തികമാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വലിയ കപ്പൽ വരെ ചെറിയ കപ്പലിന് നിർമ്മാണം ആരംഭിച്ച് വലിയ കപ്പലുകൾ നിർമ്മിക്കാനുള്ള കപ്പാസിറ്റിയോട് കൂടിയിട്ടുള്ള പ്രൊജക്റ്റാണ് ഉള്ളത്. അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ കപ്പലുകൾക്ക് ഇപ്പോൾ ആവശ്യമാണ് കണ്ടത്. വിഴിഞ്ഞം വന്നതോടുകൂടി ഇവിടെ കേരളത്തിലും അതിൻ്റെ ആവശ്യം വലിയ ഡിമാൻഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻഡസ്ട്രി ഒരു മസ്റ്റായിട്ട് ഒരു ആവശ്യമായിട്ട് വന്നൊരു ഘട്ടമാണിത്. ഇൻഡസ്ട്രി ഇവിടെ അല്ലെങ്കിൽ എവിടെയായാലും സാധനം ഉണ്ടാക്കണം. അങ്ങനെ ഇവർ പല സ്ഥലങ്ങളിലും കണ്ടെത്തി അവസാനം പൊന്നാനി ആപ്റ്റ് സ്ഥലമാണ്, പല കാരണങ്ങൾ കൊണ്ടും കപ്പൽ ചാനലിനടുത്ത സ്ഥലമാണ് എന്ന് അവർ വന്ന് നിരവധി സ്റ്റഡി നടത്തിയിട്ടാണ് അവർക്കുള്ളത്. അല്ലാതെ സാധാരണ ഒരു വേഗമായിട്ടുള്ള സ്റ്റഡിയല്ല. അവരിവിടെ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ വന്ന് സ്റ്റഡി നടത്തി എക്സ്പെർട്സൊക്കെ വന്ന് കണ്ടെത്തിയതിന് ശേഷമാണ് അവർ ഈ ടെൻഡറിലേക്ക് കടക്കാൻ തയ്യാറായി വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഏകദേശം പ്രാവർത്തികമാവുന്ന രൂപത്തിലേക്കാണ്. 1000 കോടിയോളം അവർ മുടക്കാൻ തയ്യാറാണ്. അവിടെ ചില പിന്നെ ഷെഡുകളൊക്കെ ഉണ്ടായിരുന്നു. അത് അനധികൃതമാണ്. പക്ഷേ അതിനകത്ത് ജോലി ചെയ്യുന്ന കുറേ ആൾക്കാരുടെ ഒരു മാനുഷിക പ്രശ്നം, തൊഴിൽ എന്നൊരു മാനുഷിക പ്രശ്നം വെച്ചുകൊണ്ട് അവർക്ക് മാറ്റി കൊടുക്കാനും ആ മാറ്റി കൊടുക്കേണ്ട അടിസ്ഥാനത്തിൽ അവിടെ പ്രത്യേക സ്ഥലം കണ്ടെത്തി ഫിഷിംഗ് ഹാർബറിനകത്ത് തന്നെ സ്ഥലം കണ്ടെത്തി കൊടുക്കാൻ വേണ്ടി തീരുമാനം കളക്ടർ അധ്യക്ഷയിൽ ചേർന്ന യോഗത്തിലെടുത്തു. അതിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരും വളരെ സാറ്റിസ്ഫാക്ഷൻ കൂടി പിരിഞ്ഞു പോയിട്ടുള്ളത്. അതിനുശേഷം ചില കുൽസിത ബുദ്ധികൾ അനാവശ്യ പ്രചരണം നടത്തുന്നുണ്ട്. എല്ലാവരും ഒന്നും പറയുന്നില്ല അങ്ങനെ ആൾക്കാർ. അത് ശരിയല്ല. ഈ വികസനം ശരിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ പിന്തുണയും സഹായവും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം എന്നാണ് മുമ്പ് ഇപ്പോഴും ഞാൻ അഭ്യർത്ഥിക്കുന്നത് തന്നെയാണ്. ഇതൊരു വ്യക്തിപരമായ രാഷ്ട്രീയമായിട്ടോ ഒന്നും കണ്ട വിഷയങ്ങളല്ല. അതിനെ സംബന്ധിച്ചിടത്തോളം പൊന്നാനിയുടെ സമഗ്രമായ വികസനം വലിയ തോതിലേക്കുള്ള കുതിപ്പിന് സഹായകരമാകുന്ന ഒരു ഇൻഡസ്ട്രിയാണ്, വ്യവസായമാണ് അവിടെ വരാൻ പോകുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ രൂപത്തിലേക്കുള്ള ഒരു പ്രൊജക്റ്റായിട്ട് ഇതൊക്കെ മാറും നമുക്കിത്. അത് ഇവിടെ നിന്ന് പോകാറുണ്ട് അവർക്ക് വേറെ സ്ഥലത്ത് തുടങ്ങാനൊന്നും അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. കാരണം അവരെ സംബന്ധിച്ച് ഇൻഡസ്ട്രിയാണ്, അവർ വ്യവസായ താല്പര്യമാണ് നമുക്കുള്ളത്. നമുക്കിവിടെ സമഗ്രമായൊരു പുരോഗതിയും തൊഴിലുമാണ് നമുക്കുള്ളത്. അപ്പോൾ അതിന് സഹായകരമാകുന്ന ഒരു അന്തരീക്ഷം നമുക്ക് എല്ലാവരും കൂടി ഉണ്ടാക്കണം.
പൂർണ്ണ പിന്തുണ മുഴുവൻ നാട്ടുകാർക്ക് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്പം ചില കുൽസിത ബുദ്ധികൾ തെറ്റായ രൂപത്തിലേക്കുള്ള ചില പ്രചരണമൊക്കെ നടക്കുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ചിടത്തോളം സങ്കുചിതമായ രാഷ്ട്രീയം ചിലപ്പോൾ കാണാം, അല്ലെങ്കിൽ വ്യക്തി താല്പര്യം കാണാം. ഇത് രണ്ടുമാണ് ആവാനുള്ള വഴിയുള്ളൂ. നമുക്ക് ഒരിക്കലും വികസന പ്രവർത്തനമാകാത്ത രൂപത്തിലേക്ക് എടുക്കാൻ പാടില്ല. അത് ഇനി എല്ലാവരും പിന്തുണ ഉണ്ടാവുമെന്നാണ് ഈ പ്രസ് മീറ്റിങ്ങിൽ എൻ്റെ പ്രധാനമായിട്ടുള്ള സൂചിക്കാനുള്ളത്.